ഇതൊരു അനുഭവമാണ്. സംസ്ഥാനത്തുണ്ടായൊരു ദുരനുഭവം. ഒരുതരം കൊട്ടേഷൻ സംഘം പോലെ ഇറങ്ങുകയാണ്. ആ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കും. ആ വീഴ്ചകൾ മറച്ചുവെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. കടലിൽ പോയവരുടെ കാര്യത്തിൽ അവർ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ അപകടത്തിൽപ്പെട്ട ആദ്യ മണിക്കൂറുകൾ വളരെ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടക്കേണ്ട സമയമാണ്. പക്ഷേ വലിയ തോതിലുള്ള കൃത്യവിലോപം ഉണ്ടായി എന്നതാണ് ഈ കുടുംബങ്ങൾക്കും തീരദേശത്താകെയും നാട്ടിലും ഉള്ള അഭിപ്രായം. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ അറിയാത്തവരല്ല നമ്മുടെ വകുപ്പുകൾ. മുൻകാല അനുഭവമുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല? ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ഘട്ടമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നില്ല. പക്ഷേ വ്യാപകമായി വിമർശനം ഉയരുമ്പോൾ അത് പരിശോധിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നമ്മൾ എല്ലാ ദുരന്തത്തിലും കണ്ടതാണ്, ദുരന്തഘട്ടത്തിൽ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിനോടൊപ്പം സഹകരിച്ച് ജനങ്ങളാകെ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിവിടെ ഉണ്ടായോ? അതാണ് ഗൗരവമായ പ്രശ്നം. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിൻ്റെ മകള്, നീണ്ടകരയിലെ കുടുംബത്തിലെ 3 പേർ നഷ്ടപ്പെട്ട വീട്ടമ്മ, ഇവരൊക്കെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ, തെരുവിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിലപിക്കുന്ന ദയനീയ കാഴ്ചയല്ലേ നമുക്ക് കാണേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു ഘട്ടത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതിരുന്നത് എന്നത് നാം ഗൗരവമായി കാണണം. ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്ന കാര്യമല്ല, ഇതൊരു അനുഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായൊരു ദുരനുഭവം. ആ ദുരനുഭവം ആവർത്തിക്കരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പലർക്കും ദിവസങ്ങളോളം ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ഒരു മന്ത്രിയും ദിവസങ്ങളോളം ഒരു സ്ഥലത്തെത്തുന്നില്ല എന്നാണ്. അങ്ങനെ സംഭവിക്കാമോ? അപ്പം അതാണ് ഗൗരവമായി എടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്ത് വന്നിട്ടുള്ള വാർത്ത തീരപ്രദേശത്തെ ആളുകളെ അറിയാലോ എന്നോ മറ്റോ ഒരു പരാമർശം നടത്തിയതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് തീരപ്രദേശത്തെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന മട്ടിലാണ് ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളും അവിടെയുള്ള ജനങ്ങളും ഇതിനെ കാണുന്നത്. ഈ അപകടത്തിനിരയായ ജോൺ മത്യാസിൻ്റെ മകള് ജിജി സർക്കാരിൻ്റെ അനാസ്ഥക്കെതിരെ സംസാരിച്ചു. അവർ അനുഭവിക്കുന്ന വേദനയില്ലേ, ആ വേദനയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമല്ലോ, സാധാരണ നിലവിട്ടും സംസാരിക്കുമല്ലോ. പക്ഷേ
അവരുന്നയിച്ച ന്യായമായ പ്രശ്നത്തിൻ്റെ മേലെ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടായത്? അവർക്ക് നേരെ UDF അനുകൂലികൾ ഭീകരമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. ഒരുതരം കൊട്ടേഷൻ സംഘം പോലെ ഇറങ്ങുകയാണ്. എന്നിട്ട് അവർക്കെതിരെ, അവരെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, അവർക്കെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്നത്. ഈ സൈബർ ആക്രമണം സാധാരണഗതിയിൽ വലിയ കുറ്റമല്ലേ? ആ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? UDF അനുകൂലികളായവർ ചെയ്തതുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഇടപെട്ടു എന്നാണ് ഇതിൻ്റെ ആദ്യ മണിക്കൂറുകൾ. ആ ഘട്ടത്തിൽ ഉണ്ടായ നിസ്സംഗത തന്നെയാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം വലിയ തോതിൽ സഹായം നമുക്ക് നമ്മുടേതല്ലാത്തവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏജൻസികളല്ലാത്ത, എന്നാൽ കേന്ദ്ര ഏജൻസികൾ. ആ കേന്ദ്ര ഏജൻസികളുടെ സഹായം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയാൻ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ബന്ധപ്പെട്ടാൽ ഒരു പ്രയാസവുമില്ലാതെ അവർ സഹായിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും. പക്ഷേ ഇവിടെ എന്താ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാണ്, ഒരു മന്ത്രി എന്നെ ബന്ധപ്പെട്ടു, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണിത്? നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ അങ്ങനൊരു വശമില്ല. ഇവിടെ ഏതെല്ലാമോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ. ആ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക സഹായം, ഏജൻസിയുടെ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടാം, സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെടാം. സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ നേവി അടക്കമുള്ള, ആർമി അടക്കമുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിൽ. എന്തിനാണ് ഒരു മന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ ഇടപെടലിലൂടെ സഹായത്തിന് വേണ്ടി കാത്തത്? എന്തേ അതുവരെ ബന്ധപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ബന്ധപ്പെടുന്നതിൽ വീഴ്ചയുണ്ടായത് പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത്, കടലിൽ കാണാതാകുന്നവർക്ക് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കണം എന്ന നിയമം UDF മാറ്റും. അത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാം. ഈ കാണാതായവർക്ക് ഈ പറഞ്ഞ 7 വർഷത്തെ മാനദണ്ഡമില്ലേ, ആ 7 വർഷത്തെ മാനദണ്ഡം ബാധകമാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇതൊക്കെ സർക്കാർ ഫയലുകളിലുള്ളതല്ലേ, സർക്കാർ എടുത്ത നടപടിയല്ലേ, രഹസ്യമായിട്ട് എടുത്തതല്ലാലോ. ഞാൻ ഓർക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിമാരുടെ ഒരു സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടപടിയാണ് സ്വീകരിച്ചത്. അതെല്ലാം നടന്നൊരു നാടല്ലേ ഇത്. അവരോടാണ് ഈ നിയമം UDF മാറ്റുമെന്ന് പറയുന്നത്. നമ്മൾ മാറ്റിയതാണല്ലോ, കീഴ്വഴക്കമുണ്ടല്ലോ, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാമല്ലോ. ഈ ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ഇപ്പം സ്വീകരിച്ചാൽ മതിയല്ലോ. കാണാതായവരുടെ കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കാമല്ലോ. നമ്മൾ ഓർക്കേണ്ടത്, ആ ഘട്ടത്തിൽ 22 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയിരുന്നത്. അപ്പോൾ ആ വസ്തുതകൾ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ദുരന്തങ്ങളിലെ മരണനിരക്കുകളോ കാണാതെ പോയവരുടെ എണ്ണമോ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ
സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം. ആ വീഴ്ചകൾ മറച്ചുവെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. അത് സാധാരണ രീതിയല്ല. അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായ നിലപാടാണത്. അത്തരമൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളാണ്. ആ ഘട്ടത്തിൽ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പരാതി. അതാണ് ഗൗരവമായിട്ട് കാണേണ്ടത്. ഇപ്പോ മന്ത്രിമാര് ഇത്തരം ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു മന്ത്രി സംസാരിച്ചത് കടലിൽ കാണാതായാൽ മൃതദേഹങ്ങൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. അത് സർക്കാർ തെരച്ചിൽ നടത്താഞ്ഞിട്ടല്ല. ഇതാണ് പ്രതികരണം. ഈ പ്രതികരണം എത്ര കണ്ട് മുറിവ് നമ്മുടെ ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുമെന്നത് അദ്ദേഹം ഓർമ്മിച്ചില്ല എന്നാണ് തോന്നുന്നത്.